ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഫോണിൽ നിന്ന് ഈസി ആയിട്ട് പിക്ചേഴ്സ് ട്രേസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പിക്ചറാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണം. സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ ഗാലറി വരുമല്ലോ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പേപ്പർ കോപ്പി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഗാലറി ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരാം. അപ്പോൾ ആ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പിക്ചറാണ് നിങ്ങൾ റെഡിയാക്കി വെച്ചത് ആ പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ പിക്ചർ വന്നിട്ടുണ്ട്. ഈ പിക്ചർ നമുക്ക് വലിപ്പം കൂട്ടാം, കുറയ്ക്കാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിൻ്റെ താഴെ ഒരു പെർസെൻറ്റേജ് പോകുന്നുണ്ട്. അതായത് നമ്മൾ വലിപ്പം കൂട്ടുന്നതനുസരിച്ച് ആ പെർസെൻറ്റേജ് കൂടും, നമ്മുടെ വലിപ്പം കുറയുന്നതനുസരിച്ച് ആ പെർസെൻറ്റേജ് കുറയും. അപ്പം ഞാനൊരു 172% ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ 172 റെഡിയാക്കി വെച്ചിട്ട് ഈ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്താണെന്ന് വെച്ചാൽ പിന്നെ ഈ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല, അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഇതുപോലെ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈറ്റ് പേപ്പർ എടുക്കാം, ഇതിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ 172 ആ പെർസെൻറ്റേജ് മറക്കരുത്. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പം നമ്മുടേത് അത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടിന്യൂഷൻ വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ പേപ്പർ കോപ്പി ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി തുറന്ന് വരും. അതിൽ നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പെർസെൻറ്റേജ് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ പെർസെൻറ്റേജിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിൻ്റെ വലിപ്പങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് ആയി പോകും. അപ്പോൾ ഇതുപോലെ തന്നെ അത് എടുത്തിട്ട് ലോക്ക് ചെയ്തു കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അതും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കുക. കാരണം ഇതിന് മേലെ വെച്ചിരിക്കും അത്രയും അങ്ങോട്ട് ഇത് പോരില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സുമൊക്കെ ഇങ്ങനെ വരയ്ക്കണേന്ന്. എനിക്ക് ഒട്ടും വരയ്ക്കാനറിയില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് വരച്ചെടുക്കാറ്. അപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് എന്തെങ്കിലും പരിപാടി വരച്ചുകൊണ്ടൊക്കെ ചെല്ലണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.